ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാഗിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാഗി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാഗി വേവിക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് 10 രൂപേൻ്റെ 2 പാക്കറ്റ് മാഗി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. മാഗി തന്നെ വേണമെന്നൊന്നുമില്ല, ഹിപ്പി ആയാലും ഏതായാലും കുഴപ്പമില്ല. അതിൽ ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് മാഗി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 പാക്കറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മസാലയൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ മാക്സിമം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്, അതിൽ കൂടുതൽ വേവിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരു 3/4% വെന്ത് കിട്ടാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ ഈ സോസിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി വെള്ളം ഊറ്റി കളഞ്ഞ് വെക്കാം. കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകും, കഴിക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത്ര അറിയുണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദ കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മൈദ ആകുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും കഴിക്കാൻ. ആ കറക്റ്റ് ആ സോസിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് മൈദ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മൈദ വെന്ത ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാലൊഴിക്കുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് 1 കപ്പ് പാലാണ്, 250 ml 1 കപ്പ് പാലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഉടച്ചെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ബാക്കി പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവതിനനുസരിച്ച് ചേർക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട്, ചുവന്ന വറ്റൽമുളക് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. അതിന് ശേഷം മാത്രമേ നമ്മൾ നൂഡിൽസൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ നൂഡിൽസ് വീണ്ടും ഇതിൽ കിടന്ന് ഒരുപാട് അങ്ങ് വെന്ത് പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട് ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ക്യാബേജൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് തിക്കായി വരുന്ന സമയത്ത് കണ്ടോ, ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് നൂഡിൽസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നൂഡിൽസ് ചേർക്കുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് കട്ട മാറാനായിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം നനച്ചിട്ട് എടുക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക. ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് മിക്സായി പോവും, കുഴഞ്ഞു പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പക്ഷേ എല്ലാവരുടെയും ആ സോസ് നന്നായിട്ട് വരികയും ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. ഇതൊരു ഇറ്റാലിയൻ ഫ്ലേവറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ ഒരുവിധം 90% ആൾക്കാർക്കും ഇഷ്ടമാവുന്ന ഒരു നൂഡിൽസും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. കുട്ടികൾക്കാണ് ഇത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക. അപ്പോൾ ഇതിൻ്റെ തന്നെ മക്രോണി വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്